പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കേണ്ടെന്ന വിലയിരുത്തലിലാണ് ഇ.പി. ജയരാജന് സംരക്ഷണം ഒരുക്കാനുള്ള CPM തീരുമാനം. വിവാദ ചുഴിയിലേക്ക് മുന്നണിയെയും പാർട്ടിയെയും തള്ളിവിട്ടെങ്കിലും ഇപ്പോൾ ഇ.പിക്കെതിരെ നടപടിയെടുത്താൽ അത് വിശ്വാസ്യതയെ ബാധിക്കുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. അതേസമയം മുഖ്യമന്ത്രി ജാവ്ദേക്കറെ കണ്ടത് എന്തെന്ന് പാർട്ടിയുടെ മൗനം ദുരൂഹമായി തുടരുകയാണ്. ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച ഇ.പി സ്ഥിരീകരിച്ചപ്പോൾ കടുത്ത ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇതോടെയാണ് ഇ.പിക്കെതിരെ നടപടിയുണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവന്നത്. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയമെത്തിയപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. കടുത്ത ഭാഷയിലുള്ള വിമർശനം മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചെങ്കിലും നടപടി ആവശ്യപ്പെട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുന്നത് പ്രചരണ വിഷയമാക്കുന്നതിനിടയിൽ ഇടതുമുന്നണി കൺവീനർ തന്നെ BJPയുമായി ചർച്ച നടത്തിയെന്ന വിവരം അംഗീകരിക്കലായി അത് മാറും. അത് മുന്നണിയുടെ പ്രതിച്ഛായ തന്നെ ബാധിക്കും. അതിനാൽ വ്യക്തിപരമായ കൂടിക്കാഴ്ചയെന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ തീരുമാനിച്ചു. ഒപ്പം ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് മുഖം രക്ഷിക്കാനും ധാരണയായി. അപ്പോഴും താനും പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ചർച്ചയാക്കാൻ CPM ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ. പാർട്ടിക്കെല്ലാം ബോധ്യമായെന്നും മാധ്യമങ്ങളാണ് ഗൂഢാലോചന നടത്തിയതെന്നും ഇ.പി. ജയരാജൻ. അതിന് നിങ്ങൾ ആദ്യം പലരെയും നോക്കി അവസാനം നിങ്ങൾക്ക് എന്നെ അരയായി കിട്ടിയത്. എന്നാൽ പിന്നെ കൊത്തി വലിച്ചു കളയാ. നിങ്ങൾ കൊത്തിവലിച്ചാലൊന്നും വലിച്ചു പോകുന്ന ആളല്ല ഞാൻ. അതേസമയം മുന്നണിക്കുള്ളിൽ വിഷയം അവസാനിക്കുന്നില്ല. ഇ.പിക്ക് ജാഗ്രത കുറവുണ്ടായെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ചു. ഇത് മുന്നണി യോഗത്തിൽ ഉന്നയിക്കാനാണ് CPIയുടെ നീക്കം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പൊതുവെ ശ്രദ്ധിക്കേണ്ട പലതുമുണ്ട്. ഒരു പുതിയ പ്രതിഭാസം കണക്ക് കേരള രാഷ്ട്രീയത്തിലും എല്ലാവരും പല രൂപത്തിലും ശക്തിപ്പെടുന്ന കാലത്ത് ജാഗ്രത പാലിക്കണം എന്ന് CPI 2 വട്ടം പറയുന്നു. ഇ.പിയെ പാർട്ടി സംരക്ഷിച്ചെങ്കിലും വിവാദങ്ങൾ ഉടനൊന്നും അവസാനിക്കില്ല. മീഡിയ 1 തിരുവനന്തപുരം.